പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ വജ്രവ്യാപാരി മെഹുൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറാനുള്ള ബെൽജിയൻ നിയമ നടപടികൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ആന്റ്വെർപ്പ് അപ്പീൽ കോടതിയുടെ കൈമാറ്റ ഉത്തരവിനെതിരെ ചോക്സി നൽകിയ അപ്പീൽ ബെൽജിയത്തിലെ പരമോന്നത നീതിന്യായ സ്ഥാപനമായ കോർട്ട് ഓഫ് കസൻഷൻ തള്ളിക്കളഞ്ഞതോടെയാണ് ഈ നിയമ പോരാട്ടത്തിന് അന്തിമമായത്. 13,000 കോടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നീതി തേടലിന് ലഭിച്ച ഏറ്റവും വലിയ നയതന്ത്ര നിയമ വിജയമാണിത്. ബെൽജിയൻ കോടതി ഉദ്യോഗസ്ഥർ ANIയോട് സ്ഥിരീകരിച്ചതുപോലെ ഒക്ടോബർ 17-ന് ആന്റ്വെർപ്പ് അപ്പീൽ കോടതി പുറപ്പെടുവിച്ച കൈമാറ്റ വിധി ചോദ്യം ചെയ്തുകൊണ്ട് ചോക്സി ഒക്ടോബർ 30-നാണ് കോർട്ട് ഓഫ് കസൻഷനെ സമീപിച്ചത്. ഈ കോടതിയുടെ പ്രവർത്തനം നിയമപരമായ പിഴവുകൾ മാത്രം പരിശോധിക്കുന്നതിൽ ഒതുങ്ങുന്നതാണ്. അതായത് കേസിലെ വസ്തുതകളോ തെളിവുകളോ പുനഃപരിശോധിക്കാനുള്ള അധികാരമോ ചുമതലയോ സുപ്രീം കോടതിക്കില്ല. നീണ്ട പരിശോധനകൾക്കൊടുവിൽ ആന്റ്വെർപ്പ് അപ്പീൽ കോടതിയുടെ വിധിയിൽ നിയമപരമായ പിഴവുകളൊന്നും കണ്ടെത്താനായില്ല. ഇതേ തുടർന്ന് ചോക്സിയുടെ അപ്പീൽ കോർട്ട് ഓഫ് കസൻഷൻ തള്ളിക്കളഞ്ഞു. ഈ വിധിയിലൂടെ ആന്റ്വെർപ്പ് അപ്പീൽ കോടതിയുടെ കൈമാറൽ ഉത്തരവ് പൂർണ്ണമായും പ്രാബല്യത്തിൽ വരികയും അതിന്മേലുണ്ടായിരുന്ന താൽക്കാലിക സസ്പെൻഷൻ അവസാനിക്കുകയും ചെയ്തു. ബെൽജിയൻ നിയമ സംവിധാനത്തിലെ അന്തിമ നിയമപരമായ വെല്ലുവിളിയാണ് ഇതോടെ ഇല്ലാതായത്. ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ കൈമാറ്റം ഉടൻ നടപ്പിലാക്കാൻ അധികാരികൾക്ക് സാധിക്കും. മെഹുൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറാനുള്ള ആന്റ്വെർപ്പ് അപ്പീൽ കോടതിയുടെ ഒക്ടോബർ 17-ലെ വിധി സുപ്രധാനമായിരുന്നു. ഇന്ത്യയുടെ കൈമാറ്റ അപേക്ഷ പരിഗണിക്കുമ്പോൾ ബെൽജിയൻ കോടതി പ്രധാനമായും 2 കാര്യങ്ങളാണ് പരിശോധിച്ചത്. കൈമാറ്റ നിയമം അനുസരിച്ച് ആവശ്യപ്പെടുന്ന രാജ്യത്ത് ചുമത്തിയ കുറ്റം കൈമാറുന്ന രാജ്യത്തിന്റെ നിയമം അനുസരിച്ചും കുറ്റകരമായിരിക്കണം. ഇതിനെയാണ് ഇരട്ട കുറ്റകൃത്യത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നത്. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷാർഹമാണ്. ഈ കുറ്റകൃത്യങ്ങൾക്ക് സമാനമായ നിയമപരമായ വ്യവസ്ഥകൾ ബെൽജിയൻ നിയമത്തിൽ നിലവിലുണ്ടെന്ന് കോടതി നിഗമനം ചെയ്തു. അതിനാൽ ഈ പ്രധാന കുറ്റകൃത്യങ്ങളിൽ ഇരട്ട കുറ്റകൃത്യത്തിന്റെ ആവശ്യകത നിറവേറ്റപ്പെട്ടു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 201 പ്രകാരമുള്ള തെളിവുകൾ അപ്രതീക്ഷിതമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കുറ്റം കോടതി ഒഴിവാക്കി. ബെൽജിയൻ നിയമത്തിലെ സമാനമായ ഒരു തത്തുല്യ നിയമം നിലവിലില്ലാത്തതിനാലാണ് ഈ ഒഴിവാക്കൽ. എങ്കിലും പ്രധാന കുറ്റകൃത്യങ്ങൾ കൈമാറ്റത്തിന് പര്യാപ്തമാണെന്ന് കോടതി ഉറപ്പിച്ചു. മെഹുൽ ചോക്സി തനിക്കെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിരന്തരം വാദിച്ചിരുന്നു. കൂടാതെ തന്നെ ആന്റിഗ്വയിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോയെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ വാദങ്ങളെല്ലാം ബെൽജിയൻ കോടതി തള്ളിക്കളഞ്ഞു. ഈ അവകാശവാദങ്ങൾ തെളിയിക്കുന്ന വിശ്വസനീയമായ രേഖാമൂലമുള്ള തെളിവുകളൊന്നും കോടതിയുടെ മുന്നിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ, തട്ടിപ്പ് കേസുകളിൽ രാഷ്ട്രീയ അഭയം തേടാനുള്ള പ്രതികളുടെ പതിവ് ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ്. കൈമാറ്റത്തിന് ശേഷം ചോക്സിയുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ അധികാരികൾ നൽകിയ വിശദമായ ഉറപ്പുകൾ കോടതി അംഗീകരിച്ചു. മുംബൈയിലെ പ്രശസ്തമായ അർദർ റോഡ് ജയിലിലെ ബാരക് നമ്പർ 12-ൽ ചോക്സിയെ പാർപ്പിക്കും. ഈ ബാരക്കിൽ അദ്ദേഹത്തിന് ആവശ്യമായ സ്വകാര്യ സാനിറ്ററി സൗകര്യങ്ങൾ ലഭ്യമാക്കും. ചോക്സിയുടെ ചികിത്സയും വൈദ്യസഹായവും ഉറപ്പാക്കും. കൂടാതെ അദ്ദേഹം ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ തുടരും. മെഡിക്കൽ ആവശ്യങ്ങൾക്കോ കോടതിയിൽ ഹാജരാക്കുന്നതിനോ അല്ലാതെ അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. മോശം പെരുമാറ്റത്തിന്റെയോ അന്യായമായ നിയമ നടപടികളുടെയോ വിശ്വസനീയമായ സൂചനകളൊന്നും ഇന്ത്യൻ ജയിൽ സംവിധാനത്തെക്കുറിച്ച് കോടതിക്ക് കണ്ടെത്താനായില്ല. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ബെൽജിയൻ കോടതി വിശ്വാസത്തിലെടുത്തു. PNB തട്ടിപ്പ് കേസിന്റെ വ്യാപ്തിയും ഗൗരവവും ഈ കൈമാറ്റ തീരുമാനത്തെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കുന്നു. മെഹുൽ ചോക്സിയും അദ്ദേഹത്തിന്റെ അനന്തരവൻ നീരവ് മോദിയുമാണ് പ്രധാന പ്രതികൾ. ഇരുവരും ചേർന്ന് വ്യാജ ലെറ്റേഴ്സ് ഓഫ് അണ്ടർടേക്കിംഗ് ഉപയോഗിച്ച് ഏകദേശം 13,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ചോക്സിയെ ഇന്ത്യയുടെ ഔപചാരികമായ കൈമാറ്റ അഭ്യർത്ഥനയെ തുടർന്ന് 2025 ഏപ്രിൽ 11-നാണ് ആന്റ്വെർപ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പ് പുറത്തായതിനെ തുടർന്ന് ഇരുവരും രാജ്യം വിടുകയും വിവിധ രാജ്യങ്ങളിൽ നിയമപരമായ വെല്ലുവിളികൾ നേരിടുകയും ചെയ്തു. ചോക്സി ആന്റിഗ്വയിലും ബാർബുഡയിലും പൗരത്വം നേടുകയും പിന്നീട് ബെൽജിയത്തിൽ എത്തുകയും ചെയ്തു. നീരവ് മോദി ഇന്ത്യയിലേക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ UK-യിൽ നടക്കുന്നുണ്ട്. ഈ വിധി ഇന്ത്യയുടെ നിയമപരമായ ശ്രമങ്ങൾക്ക് വലിയ വിജയമാണ്. വിദേശ രാജ്യങ്ങളിൽ ഒളിവിൽ കഴിയുന്ന സാമ്പത്തിക കുറ്റവാളികളെ തിരികെ കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ഇത് ശക്തിപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉടമ്പടികളെയും മാനിച്ചുകൊണ്ട് ഇന്ത്യ നൽകിയ ഉറപ്പുകൾ ബെൽജിയൻ സുപ്രീം കോടതി അംഗീകരിച്ചത് ഇന്ത്യയുടെ നീതിന്യായ ജയിൽ സംവിധാനങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം വെച്ചു പുലർത്തുന്ന വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഇത് ഇന്ത്യ ബെൽജിയം ഉഭയകക്ഷി ബന്ധങ്ങളിലും യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തിലും വളരെ നല്ല സൂചന നൽകുന്നു. ക്രിമിനൽ കേസുകളിൽ പരസ്പര സഹായം വർദ്ധിപ്പിക്കാനും സാമ്പത്തിക കുറ്റവാളികൾക്ക് സുരക്ഷിത താവളങ്ങൾ ഇല്ലാതാക്കാനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇത് കരുത്തേകും. കോർട്ട് ഓഫ് കസൻഷന്റെ വിധി അന്തിമമാണ്. ഇനി നിയമപരമായ വെല്ലുവിളികൾ ഇല്ലാത്തതിനാൽ കൈമാറ്റ ഉത്തരവ് നടപ്പാക്കേണ്ടത് ബെൽജിയൻ എക്സിക്യൂട്ടീവ് അധികാരികളുടെ ചുമതലയാണ്. ബെൽജിയൻ നീതിന്യായ മന്ത്രാലയം കൈമാറ്റ ഉത്തരവ് നടപ്പിലാക്കുന്നതിനുള്ള ഔപചാരികമായ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ചോക്സിയെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ബെൽജിയൻ ഇന്ത്യൻ അധികാരികൾ സംയുക്തമായി ഏകോപിപ്പിക്കും.
ബെൽജിയൻ ഉദ്യോഗസ്ഥർ ANIയോട് പറഞ്ഞതുപോലെ അവസാന നിയമ പോരാട്ടം നിരസിച്ചതിനെ തുടർന്ന് ബെൽജിയം ഇപ്പോൾ കൈമാറ്റ ഉത്തരവ് നടപ്പിലാക്കാൻ പ്രാപ്തമാണ്. മെഹുൽ ചോക്സിയുടെ തിരിച്ചുവരവിലേക്ക് ഇന്ത്യയെ ഗണ്യമായി അടുപ്പിക്കുന്ന ചരിത്രപരമായ നിമിഷമാണിത്.